അതാണ് എസ് വിജയകുമാറിലേക്ക് കൂടി പോകുന്നു. വിജയകുമാർ, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അതിൽ അങ്ങനെ ഒരു സൂചന, അത് പറയാതെ പറഞ്ഞത് ആദ്യം പത്മകുമാറാണ്. ദൈവതുല്യൻ എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശം ശവം തീനികളല്ല എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്ത് നമ്മൾ കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ നമുക്കറിയാം, നേരത്തെ രാജീവരെ വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നതാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ചില പ്രതികരണങ്ങൾ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ SIT നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം നിർണായകമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ? അനുജ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിൽ വാസുവിന്റെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റാണ് ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായത്. ആ സമയത്ത് അന്വേഷണ സംഘം ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലെത്തി ഇനി അവർക്ക് എവിടേക്ക് വേണമെങ്കിലും തിരിയാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഒരു വഴിക്കല്ല, രണ്ട് വഴിക്കാണ് അന്വേഷണ സംഘം തിരിഞ്ഞത് എന്ന് വ്യക്തമാണ്. ഈ ഭരണപരമായ ചുമതലകൾ വഹിക്കുന്ന ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഭാരവാഹികളെ, ഉദ്യോഗസ്ഥര്, അതിന്റെ പ്രസിഡന്റ്, അംഗങ്ങളിലേക്ക് അന്വേഷണം നടത്തുന്നതിനൊപ്പം അവിടുത്തെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് SIT എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴികളിലൂടെയാണ്. ദൈവതുല്യർ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പത്മകുമാർ ആ ദൈവതുല്യൻ ആരാണ് എന്ന് SITയോട് ഒരു മൊഴിയായി തന്നെ പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് സർവ്വസ്വാതന്ത്ര്യം കിട്ടുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഈ ആത്മീയ നേതൃത്വത്തിന്റെ അറിവോടെയാണ്, തന്ത്രിയുടെ അറിവോടെയാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു പ്രധാനപ്പെട്ടയാളായി മാറുന്നത്, സന്നിധാനത്ത് ഒരു പ്രധാനപ്പെട്ടയാളായി മാറുന്നത്. സന്നിധാനത്ത് പലപ്പോഴും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയുള്ള ഈ അവതാരങ്ങളെപ്പറ്റി കോടതി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള പലരെയും അവിടെ നിന്ന് ഇറക്കിവിടണം എന്ന് പറഞ്ഞാണ്. ഇറക്കിവിട്ട പലരും തിരികെ വന്ന ചരിത്രവും നമുക്കുണ്ട്. ആ ഇറക്കിവിട്ടവർ, കോടതി പറഞ്ഞിട്ട് ഇറക്കിവിട്ടവരൊക്കെ എങ്ങനെയാണ് അവിടെ തിരികെ വന്നത് എന്നതിന് കൂടി ഉത്തരമാവുകയാണ് ഇതാ ഈ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ തിരികെ എത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്ന വിവരം കൂടി ഇപ്പോഴുണ്ട്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ യഥേഷ്ടം കയറി ഇറങ്ങാനും ഇപ്പോൾ മേൽശാന്തിയോ കീശാന്തിയോ അവരുടെ പരികർമ്മിയോ ഒന്നും അല്ലാതിരുന്നിട്ടും, അങ്ങനെ ഒരു സമയത്ത് കുറച്ചു കാലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു, അതൊന്നും അല്ലാതിരുന്നിട്ടും അയാൾക്ക് അവിടെ എല്ലായിടത്തും ആക്സസ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമോ അനുജ്ഞ അനുസരിച്ചോ ആണ് എന്നത് ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സർവ്വസ്വാതന്ത്ര്യം കിട്ടിയത് അയാളുടെ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ തന്ത്രിയെപ്പോൾ ഒരാൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലാതെ ശബരിമല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ, വലിയ സുരക്ഷയൊക്കെയുള്ള ക്ഷേത്രത്തിൽ അങ്ങനെയൊന്നും ആർക്കും അവിടെ കയറി ഇറങ്ങാനൊന്നും കഴിയില്ല. അവിടുത്തെ വിലപിടിച്ച വസ്തുക്കൾ മാത്രമല്ല, അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാനന ക്ഷേത്രമാണ്. അതിൻ്റെ അവിടെ സുരക്ഷയൊക്കെ സാധാരണ ക്ഷേത്രങ്ങളെക്കാൾ എത്രയോ മടങ്ങുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതിരുന്നിട്ടും യഥേഷ്ടം കയറി ഇറങ്ങാൻ അനുമതി കിട്ടി എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് അനുമതി കൊടുത്തത് എന്തിനാണ് എന്ന് ഇനി തന്ത്രി വ്യക്തമാക്കേണ്ടി വരും. അപ്പോഴാണ് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ്, അതുപോലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി, ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള റോള് അവരൊക്കെ നിയന്ത്രിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, അവരെയൊക്കെ ഒന്നിപ്പിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ എത്തിച്ചതും അയാൾക്ക് അവിടെ വേണ്ട ഒത്താശ ചെയ്തതും ഒക്കെ ഈ തന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ മുകളിലാണോ തന്ത്രിയുടെ റോള് എന്ന ചോദ്യം സ്വാഭാവികമായി ഒരു സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിന് മറുപടി പറയേണ്ടത് SIT ആണ്. അവർക്കൊരു പക്ഷേ അതിന് ഉത്തരം അവരുടെ പക്കലുണ്ടാകും, കോടതിയെ അത് അറിയിക്കുമായിരിക്കും. ഈ ഗൂഢാലോചനയിൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ, സന്നിധാനത്ത് നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ അവിടുത്തെ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനെന്ന് വിശ്വാസികൾ കരുതുന്ന, അല്ലെങ്കിൽ ആ പദവിയുള്ള തന്ത്രി തന്നെ ഉൾപ്പെട്ടു എന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ മഹേഷ് പണിക്കർ, അവിടുത്തെ ശില്പിയാണ്, മഹേഷ് പണിക്കർ പറഞ്ഞത് എനിക്ക് ഞെട്ടലില്ല, കാരണം ഇത് കുറെ നേരത്തെ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് ആ ക്ഷേത്രാങ്കണത്തെ പറ്റി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ പറ്റി നന്നായി അറിയാവുന്നവർ പറയുമ്പോഴും സാധാരണ ഒരു ഭക്തൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു തീർത്ഥാടനത്തിന് അവിടെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ തന്ത്രിയുടെ അറസ്റ്റ് സ്വാഭാവികമായി അവർക്ക് ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്. സാധാരണ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലുമോ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തെ അതിജാഗ്രത SIT സ്വാഭാവികമായും ഈ അറസ്റ്റിൽ എടുത്തിട്ടുണ്ടാകും. തെളിവുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിയുടെ ഒന്നോ രണ്ടോ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമൊന്നും തന്ത്രിയെപ്പോലെ ഒരാളെ പ്രതി ചേർക്കാനോ അറസ്റ്റ് ചെയ്യാനൊന്നും SIT തയ്യാറാകില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ പങ്കിന്
വളരെ വ്യക്തമായ തെളിവ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചത് കൊണ്ടാകാം ഈ അറസ്റ്റിലേക്ക് പോയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇത് പരിഗണിച്ചത്. സ്വാഭാവികമായും ഇത്തരമൊരു നീക്കം എന്തായാലും SIT നേരത്തെ അതിന് തയ്യാറെടുക്കുന്നെങ്കിൽ അത് ഈ പറയുന്ന ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിട്ടുണ്ടാകാം, നമ്മൾ കരുതുന്നു അങ്ങനെ അറിയിച്ചിട്ടുണ്ടാകാം. ദേവസ്വം ബെഞ്ച് ഒരുപക്ഷെ അതിന്റെ വിവരങ്ങൾ, അതുവരെയുള്ള വിവരങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകാം. അതൊക്കെ നടന്നിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.